അധ്യാപക ലോകത്തൊരു പ്രൊഫഷണലിസം വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്വാളിറ്റേറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് വിദ്യാഭ്യാസം എന്ന് ആഗ്രഹിക്കുന്നത്. പഴയ വിദ്യാഭ്യാസവും പുതിയ വിദ്യാഭ്യാസവും തമ്മിലുള്ളൊരു ഒരു വ്യത്യാസം പ്രധാനമായും പണ്ട് ഒരു പാസീവായിട്ടുള്ള ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ അഗ്രസീവായ കുറേ ബിഹേവിയറുകളാണ് ടീച്ചേഴ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ അസേർട്ടീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ടീച്ചേഴ്സിലുണ്ടായാലേ കുട്ടികളെ വളരെ ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്കൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡോടുകൂടി ക്യാമ്പസിലേക്കും ക്ലാസ് റൂമിലേക്കും ഒക്കെ കടന്നു വരുന്ന ടീച്ചേഴ്സ് ആരാണ്, എന്താണ് ടീച്ചേഴ്സിൻ്റെ പ്രൊഫഷണലിസം, അതിനെക്കുറിച്ചാണ് വീഡിയോ സംസാരിക്കുന്നത്. എഡ്യൂക്കേഷൻ കൂടുതലായിട്ടും ക്വാളിറ്റി കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നോ രണ്ടോ കുട്ടികൾ ഉള്ള പേരൻസ് അവരുടെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ അവർ വളരെയധികം ക്വാളിറ്റി കോൺഷ്യസ് ആണ്, വലിയ എക്സ്പെക്റ്റേഷൻസ് ഉള്ളവരാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ടീച്ചേഴ്സ് വളരെ ഹൈലി പ്രൊഫഷണലായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനിടയിലെ ഒരു പ്രൊഫഷണലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അത്തരത്തിലുള്ളൊരു പ്രൊഫഷണലിസം രീതിയിലുള്ളൊരു ട്രെയിനിങ് അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. എന്താണ് ഈ പ്രൊഫഷണലിസം? പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അല്ലെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ ഡെലിവർ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ തന്നെ നമ്മളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അത് മറ്റൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം അതിനകത്തൊരു ഇൻറ്റഗ്രിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ സീക്കിംഗ് കോൺസ്റ്റൻറ്റ് എക്സലൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് റെസ്പോൺസിബിളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. ഒരു സൂപ്പർവിഷനും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒന്നും സഹായമില്ലാതെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ജോലികളെ എക്സലൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇന്ന് പലരിലും ഇല്ല. പലപ്പോഴും നമ്മൾ ഒരു ജോലി ഏറ്റെടുക്കുന്നു, ആ ജോലി എക്സലൻ്റായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ തന്നെ ബിൽഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരുപാട് സൂപ്പർവിഷനും ഒരുപാട് ആൾക്കാർ അതിൻ്റെ പുറകിന് നടക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം ഒരു എക്സലൻ്റായിട്ടുള്ള ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരിലുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത് അക്കൗണ്ടബിൾ ആകുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ, അവരുടെ ഭാവി കാര്യങ്ങളിൽ, അവരുടെ ലേണിംഗ് ഔട്ട്കം, അവരുടെ ട്രാൻസ്ഫോർമേഷൻ, ഇതിൽ നമ്മൾ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ, ഞാൻ ഓപ്പറേഷനൊക്കെ നല്ലതായിട്ട് നടത്തി പേഷ്യൻ്റ് മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ വിദ്യാഭ്യാസത്തിൽ വേണ്ടത്. നമ്മൾ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ ലേണിംഗ് ഔട്ട്കം, അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ ഗ്രോത്ത്, ഇതിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം ടീച്ചേഴ്സ്. ആ തരത്തിൽ കാര്യങ്ങൾ മാറിയാലേ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരുകയുള്ളൂ. അതുപോലൊരു കാര്യം ഇൻറ്റഗ്രിറ്റിയാണ്. സത്യസന്ധമായി സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, നീതിയുടെ കൂടെ നിൽക്കുക, ശരിയുടെ കൂടെ നിൽക്കുക, ധൈര്യമായി നിൽക്കുക, നിലപാടുകളിൽ നിൽക്കുക. ഇതൊക്കെ അധ്യാപകരെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ്. കാരണം ഇതൊക്കെയാണ് ഒരു മോഡൽ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് കുട്ടികൾക്ക് ശരിയായ ഒരു ധാരണ കൊടുക്കുന്നത്. അപ്പം വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള അധ്യാപകർ, ഇന്ന് ധാരാളം അധ്യാപകർ കള്ളം ചെയ്യുന്നവരും കള്ളം പറയുന്നവരും തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നവരും പൊള്ളയായി ജീവിക്കുന്നവരും പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്ന വേറൊന്നും ആയിട്ടുള്ള മനുഷ്യരാണ്. ഇവരെ വിശ്വസിക്കാൻ പലപ്പോഴും കുട്ടികൾക്ക് പ്രയാസമാണ്. അപ്പം അത്തരത്തിലുള്ള മനുഷ്യർ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കും. അധ്യാപകരെന്ന് പറയുന്നത് തന്നെ വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് അധ്യാപകരുടെ ലൈഫെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ നിലവാരവും അതിൻ്റെ ഉയർച്ചയും ഒക്കെ തകർക്കുന്നതും അതിലെ ചില പ്രാക്ടീഷണേഴ്സാണ്. ഇപ്പോൾ എല്ലാവരെയും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും ഒരു നല്ല ശതമാനം ആൾക്കാരിൽ ആ ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിലേ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഏറ്റവും പ്രധാനമാണ് സ്ട്രൈവിങ് ഫോർ എക്സലൻസ്. ഒരു കോൺസ്റ്റൻറ്റ് ലേണറായിരിക്കുക. ആധുനിക കാലത്ത് നിരന്തരമായി പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ ലേൺ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാകണം. പ്രൊഫഷണലിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി
മാറുക, ആവശ്യങ്ങൾക്കനുസരിച്ച് ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. അതുപോലെ വളരെ പ്രധാനമാണ് കൊളാബറേറ്റീവ് സ്കില്ല്. നമുക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്ത് കളയാമെന്ന് വിശ്വസിക്കുന്ന ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരെ അല്ല ഈ കാലഘട്ടത്തിൽ അധ്യാപകരായിട്ട് ആവശ്യം. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ചിലപ്പോൾ കുട്ടികളുമായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് എടുത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. കുട്ടികളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും അതിനകത്തേക്ക്. അവരുടെയും കൂടെ ഒരു ടീം വർക്ക്. ഒരു കാലത്ത് കുട്ടികൾ വളരെ പാസീവും ഒരു അഗ്രസീവ് പൊസിഷനിലാണ് ടീച്ചർ നിന്നിരുന്നതെങ്കിൽ ഇന്നങ്ങനെയല്ല. ഇന്ന് കുട്ടികളെ ആക്റ്റീവാക്കി ആ ലേണിങ്ങിൽ അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ആവശ്യം. കുട്ടികൾ തന്നെ അങ്ങ് ആക്റ്റീവ് ആകത്തൊന്നുമില്ല. കുട്ടികളെ ആക്റ്റീവ് ആക്കണമെങ്കിൽ വളരെ ഇൻസ്പയറിങ് സ്കില്ലുള്ള, വളരെയധികം നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷനുള്ള, നല്ല ആറ്റിറ്റ്യൂഡുള്ള, ഒരുപാട് എനർജിയുള്ള ഒരാളായിട്ട് അധ്യാപകൻ ട്രാൻസ്ഫോം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകരെയാണ് ഇന്ന് കുട്ടികൾക്ക് ആവശ്യം. അവരെ ആക്റ്റീവാക്കി ആ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ നിർത്തുക. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഡീപ്പ് ലേണിംഗ് ഒക്കെ നടക്കുന്നത്. അവർക്ക് തന്നെ ഒരു ആഗ്രഹവും ഇഷ്ടവും ഒക്കെ വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. ഇതാണ് ഇന്ന് അധ്യാപന രംഗത്ത് ആവശ്യം. അപ്പം അത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന കൊളാബറേറ്റീവ് സ്കിൽ എന്നൊക്കെ പറയുന്നത് നമുക്കുണ്ടാവണേ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അത്ര കണ്ട് ഉയർന്നു നിൽക്കണം. എങ്കിലേ നമുക്ക് ആ കൊളാബറേറ്റീവ് സ്കില്ലൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫൈനലി ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള വലിയൊരു അഭിനിവേശമാണ്, ഒരു പാഷനാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. അതിൽ കംപ്ലയിൻസ് ഒന്നുമില്ല, പരാതികളില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. വളരെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, വളരെ എനർജിയോടുകൂടി രാവിലെ ഫസ്റ്റ് പീരീഡിൽ അല്ലെ ഫസ്റ്റ് മൊമെൻറ്റിൽ നമ്മളെങ്ങനെയാണ് ഒരു ക്യാമ്പസിൽ നിൽക്കുന്നത്, അതേ എനർജിയോടുകൂടി ആ ഫാഗ് എൻഡിലും ആ ലാസ്റ്റ് പീരീഡിലും ആ അവസാന നിമിഷങ്ങളിലും നിൽക്കാൻ കഴിയുന്ന ഒരു എനർജി, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കമ്മിങ് ഔട്ട് ഓഫ് വൺസ് പാഷൻ, നത്തിങ് എൽസ്. അപ്പോൾ അത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു അധ്യാപക സമൂഹമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ആ തരത്തിലേക്കൊക്കെ നമ്മുടെ അധ്യാപക പരിശീലനങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. ഇൻസൈറ്റ് മിഷൻ അധ്യാപന പരിശീലന രംഗത്ത് 26 വർഷം പിന്നിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 1000-ൽ കൂടുതൽ അധ്യാപന വർക്ക്ഷോപ്പുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങൾ കൂടുതൽ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിസം ഇൻ ടീച്ചിങ് ഞങ്ങളെ സംബന്ധിച്ചൊരു ടോപ്പിക്കാണ്. ഈ വർഷം വളരെ പ്രധാനമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡ്യൂളാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.